എന്ന സംസ്ഥാനം ഇന്ത്യയിലല്ല എന്ന മനോഭാവം വെച്ച് പുലർത്തുന്ന കേന്ദ്രത്തിന്റെ നടപടിക്ക് നേരെ ചുട്ട അടി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. ഇത്രയും വലിയ ദുരന്തം നടന്ന വയനാട് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കേന്ദ്രത്തിന്റെ മനോഭാവത്തിനെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ അമ്പുവെച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഹൈക്കോടതി ഇടപെട്ടത്. ചൂണ്ടിക്കാണിച്ചത് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസിന് നൽകിയ കത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ദുരന്തം സംഭവിച്ചിട്ട് 4 മാസം കഴിഞ്ഞുവെന്നും ഇതുവരെ വിദഗ്ധ പരിശോധനയും കേന്ദ്രം പൂർത്തിയാക്കിയെന്നും കൂടുതൽ ഫണ്ട് നൽകില്ല എന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും സർക്കാർ മറുപടി നൽകി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ഉന്നതതല യോഗം ചേർന്നിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മതിയായ ഫണ്ട് കേരളത്തിൽ ലഭ്യമാക്കിയെന്നും കൂടുതൽ ഫണ്ട് നൽകുന്നതിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചു. ഇതോടെ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചു. ദുരന്തം നടന്നിട്ട് 4 മാസമായി, ഇതുവരെ തീരുമാനമെടുത്തില്ലല്ലോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ശക്തമായി ചോദിച്ചു. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആപ്പുവെക്കുകയായിരുന്നു. ഇതിനോട് ഈ മാസം തന്നെ നല്ല തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ മറുപടിയും നൽകി. കേന്ദ്ര ബജറ്റിലും കേരളത്തെ അവഗണിച്ചുകൊണ്ട് കേന്ദ്രം പകരം വീട്ടിയിരുന്നു. ഇലക്ഷന്റെ സമയമാകുമ്പോൾ മാത്രം മോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാർക്ക് കേരളത്തോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അത് കഴിഞ്ഞാൽ തനിക്കൊണം കേന്ദ്രം കാണിച്ചു തുടങ്ങും. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും കേരളത്തിനെ സഹായിക്കാൻ കാലതാമസം എടുക്കുന്നതും ബീഹാറിലും ആന്ധ്രയിലും സഹായങ്ങൾ വാരിക്കോരി നൽകുന്നതിൽ നിന്നും കേന്ദ്രത്തിന്റെ പകപോക്കലാണിതെന്ന് നമുക്ക് നിസ്സംശയം പറയാം.